നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള 3 മോൺസ്റ്റേഴ്സിന് നമ്മൾ ഫീഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഓസ്കാർ ഫിഷ്, അതേപോലെ തന്നെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്, പിരാന, ഈ 3 പേർക്ക് നമ്മളിന്ന് ഫീഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ഇതിനായിട്ട് എടുത്തേക്കുന്ന ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ തലയും വാലും അതേപോലെ തന്നെ ചെതമ്പലും പിന്നെ ഫിൻസും കാര്യങ്ങളൊക്കെ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വയറ്റിൻ്റെ അകത്ത് കുറേ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വയറ് കീറി മുറിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള വേസ്റ്റും കൂടി നമ്മളെടുത്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇത് നല്ല വൃത്തിക്ക് നല്ല കല്ലുപ്പിട്ട വെള്ളത്തിൽ ഞാൻ കഴുകിയെടുക്കാൻ പോവാണ്. എന്നിട്ട് ഇവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പീസ് മാംസം എടുത്തിട്ട് നമ്മൾ വെട്ടി ചെറുതാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം അവർ തുപ്പിക്കളയാതിരിക്കാനും അതേപോലെ തന്നെ നന്നായിട്ട് ആ ഒരു ഫീഡ് എടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ചെറുതാക്കി ഏകദേശം ഇത്രയും കഷ്ണം നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആളായിട്ടുള്ള സ്പൂക്കിക്ക് തന്നെ ആദ്യം കൊടുക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ ഫീഡൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇന്ന് നല്ല ഹാപ്പി ആയിട്ട് വന്ന് അവർ ഫീഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഈ മോൺസ്റ്റേഴ്സിനൊക്കെ വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഫീഡിങ് ടൈമിൽ ഒരു ആക്റ്റീവ്നെസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവട്ടാ. അതൊക്കെ തന്നെയാണ് ഈ മോൺസ്റ്റേഴ്സിന് മെയിനായിട്ട് എല്ലാവരും വാങ്ങിക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓസ്കാർ ഫിഷിന് അത്യാവശ്യം തന്നെ നല്ല ഫീഡൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അധികം ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല, കാരണം ഇവനെ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ബാക്കി 2 പേര് ഇരിപ്പുണ്ട്, അപ്പോൾ അവന്മാർക്കും കൂടി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫീഡ് ചെയ്യാനുള്ളത് നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിൻ്റെ അടുത്തോട്ട് ചെന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന് ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള കവറും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചെക്കൻ വരാനുള്ള വെയിറ്റിംഗിലാണ് നമ്മൾ ഫീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു വന്നെടുക്കുമെന്നുള്ളത്, കാരണം പൂച്ച എടുത്തിട്ടുണ്ടായിട്ടാ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഫീഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആൾ വന്നിട്ടുണ്ട് കണ്ട. ഇപ്പോൾ ഒരു പേടിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, അവൻ നല്ലപോലെ തന്നെ ഫീഡൊക്കെ എടുത്തിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇപ്പോൾ. പക്ഷെ നമ്മുടെ ഓസ്കാറിൻ്റെ വിശപ്പ് അധികം മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അവൻ ഇപ്പോഴും നല്ലപോലെ വിശക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഓസ്കാറിന് കുറച്ചും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിന് കുറച്ചും കൂടി കൊടുത്തേക്കാം കേട്ടോ. കാരണം കുഞ്ഞല്ലേ, ഇന്നലെ ഫീഡൊന്നും ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ നല്ല വിശപ്പുണ്ടാവും പാവങ്ങൾക്ക്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പോട്ടഡിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഓസ്കാറിന് കൊടുക്കാനുള്ള പരിപാടി ഒന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ സ്പൂക്കി ആയിട്ടുള്ള ഓസ്കാറിൻ്റെ നമ്മൾ കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഓവർ ഫീഡ് ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഇന്നലെ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഓവർ ഫീഡ് ആവാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അല്ല ഓവർ ഫീഡിങ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചെക്കന് നല്ലപോലെ തന്നെ ഫീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ പിരാനയ്ക്കാണ്ട കൊടുക്കാനുള്ളത്. അപ്പോൾ പിരാനയെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റും കൂടി ഞാൻ പറയാം കേട്ടോ. പിരാന നമ്മുടെ ടാങ്കായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളായിട്ട് ഇണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അവനുള്ള ഫീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ടൈം കഴിഞ്ഞ് നമ്മുടെ ടാങ്കിനകത്തൊന്ന് നോക്കിയപ്പോൾ അവൻ ആ ഫീഡ് നല്ലതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നമ്മൾ വീണ്ടും ഹാപ്പി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനൽ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, വീഡിയോ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ.